ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് മിക്സ്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് എന്താ? നിങ്ങൾ കഴിക്കുന്ന മിക്സ്ചർ അല്ലേ. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മിക്സ്ചർ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് തന്നെ ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കഴിക്കുന്ന മിക്സ്ചറിൽ എന്തൊക്കെ ഉണ്ട്? കടലുണ്ട്, അതുപോലെ തന്നെ ഉപ്പുണ്ട്, മുളകുണ്ട്, പിന്നെ എന്തുണ്ട്, കരിവേപ്പിലുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് എന്ത്? നിങ്ങൾ കഴിക്കുന്ന മിക്സ്ചർ. അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന മിക്സ്ചറും സെയിം ആണ്. അപ്പോൾ മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുള്ളതിനെയാണ് നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുള്ളതിനെയാണ് നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മിക്സ്ചർ എടുക്കുകയാണെങ്കിൽ അതിലെന്തൊക്കെയാണുള്ളത്? കടലുണ്ടാവും, അതുപോലെ തന്നെ മുളകുണ്ട്, ഉപ്പുണ്ട്, കരിവേപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതിനെയാണ് നിങ്ങൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു ബിരിയാണി മിക്സ്ചർ ആണോ ചോദിച്ചാൽ ബിരിയാണി എന്താണ്? ബിരിയാണി ഒരു മിക്സ്ചറാണ്. കാരണം അതിലെന്തൊക്കെ ഉണ്ട്? റൈസ് ഉണ്ട്, അതുപോലെ തന്നെ ഓണിയന്, പിന്നെ എന്തുണ്ട്, പിന്നെ അതിൻ്റെ മീറ്റ് ഉണ്ടാവും, ബീഫോ ചിക്കനോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ബിരിയാണി എന്താണ്? ഒരു മിക്സ്ചറാണ്. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? ചായ ഉണ്ടാക്കുക. ചായയിൽ എന്തൊക്കെയുള്ളത്? ചായയിൽ ചായപ്പൊടി ഉണ്ട്, പഞ്ചസാര ഉണ്ട്, വെള്ളമുണ്ട്. അതുകൊണ്ട് അതും എന്താണ്? മിക്സ്ചറാണ്. കാരണം എന്താ? അവിടെ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് കൂടി ചേർന്നിട്ടാണ് അത് ഫോം ചെയ്തത്. അതുകൊണ്ട് എന്താണ്? അത് മിക്സ്ചറാണ്. ഇനി നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിലുള്ള കുറച്ച് മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. അതിൽ എഡിബിൾ ആയിട്ടുള്ള മിക്സ്ചേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഗ്രൗണ്ട് നട്ട് മിക്സ്ചർ, ഫ്രൈഡ് ഗ്രാം മിക്സ്ചർ, സലാഡൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കലുണ്ടല്ലേ? കുറേ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിട്ടിട്ട് സലാഡ് ഉണ്ടാക്കലില്ലേ? അതും എന്താണ്? ഒരു മിക്സ്ചറിന് എക്സാമ്പിളാണ്. ഇതവിടെ അതിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സലാഡിൽ നിങ്ങൾ കുറേ വെജിറ്റബിൾസ് എരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു സലാഡിൻ്റെ ഫിഗറാണ് ഇവിടെ തന്നത്. അതൊരു മിക്സ്ചറാണ്. അടുത്തത് മാംഗോ പിക്കിൾ, മാങ്ങാച്ചാർ ഒരു മിക്സ്ചർ അല്ലേ? ആണ്. അടുത്തത് റൈസ് പ്ലസ് ദാൽ. നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് അരി എടുത്തിട്ട് കുറച്ച് ചോറ് എടുക്കുക, അതുപോലെ തന്നെ കുറച്ച് ദാൽ എടുത്തു കഴിഞ്ഞാൽ അതും എന്താണ്? മിക്സ്ചറാണ്. ഇനി അതർ മിക്സ്ചേഴ്സ് ഏതൊക്കെയാണ്? കോൺക്രീറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അത് മിക്സ്ചറാണ്. കമ്പോസ്റ്റ്, എയർ, സോൾട്ട് വാട്ടർ, ഷുഗർ വാട്ടർ, ഇതൊക്കെ എന്താണ്? മിക്സ്ചറാണ്. ഇനി അടുത്തത് കോമ്പണൻസ് ഓഫ് സം കോമൺ മിക്സ്ചേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന ചില കോമൺ മിക്സ്ചേഴ്സിൻ്റെ കോമ്പണൻസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് പറയാൻ പോകുന്നത്. അതിനാണ് നമ്മൾ കോമ്പണൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ഇപ്പോൾ കോൺക്രീറ്റ് എടുക്കുകയാണ്. അടുത്തതാണ് കോമ്പണൻസ് ഓഫ് സം മിക്സ്ചേഴ്സ്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മിക്സ്ചേഴ്സ് ഉണ്ട്. അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കോമ്പണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് നോക്കാം. ഇപ്പോൾ കോൺക്രീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? കോൺക്രീറ്റ് ഒരു മിക്സ്ചർ അല്ലേ? കാരണം ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് കൂടിയിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ അടങ്ങിയത്? സിമെൻ്റ് ഉണ്ട്, സാൻഡ്, ഗ്രേവൽ, വാട്ടർ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് എന്ത്? കോൺക്രീറ്റ്. ഇനി അടുത്തതാണ് എന്ത്? കമ്പോസ്റ്റിൽ എന്തൊക്കെയാണുള്ളത്? ഹൗസ് ഹോൾഡ് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഉണ്ട്, വെജിറ്റബിൾ പീൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ് ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ട്, ഡ്രൈ ലീവ്സ് ഉണ്ട്. ഇതൊക്കെ എന്തിൽ അടങ്ങിയിട്ടുണ്ട്? കമ്പോസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തതാണ് ഇത്? സലാഡ് ഇൻഗ്രീഡിയൻസ്. സലാഡിൽ എന്തൊക്കെയാണുള്ളത്? ഓണിയൻ, ടൊമാറ്റോ, കുക്കുംബർ, ക്യാരറ്റ്, സോൾട്ട്, ലെമൺ ജ്യൂസ്, ഇതൊക്കെ എന്തിലുണ്ട്? സലാഡിലുണ്ട്. ഇനി അടുത്തതാണ് മാംഗോ പിക്കിളിൽ എന്തൊക്കെയാണുള്ളത്? റോ മാംഗോ ഉണ്ട്, സോൾട്ട്, ചില്ലി പൗഡർ, ഓയിൽ, സ്പൈസസ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു മിക്സ്ചറാണ് ഇത് മാംഗോ പിക്കിൾ. ഇനി നമുക്ക് ടൈപ്സ് പറയാം, മിക്സ്ചേഴ്സിൻ്റെ ടൈപ്സ് പറയാം. അതിൽ ഒന്നാമത്തതാണ് മിക്സ്ചേഴ്സ് വേർ കോമ്പണൻസ് ആർ വിസിബിൾ. അതായത് ഒരു മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് കൂടി ചേർന്നിട്ടുള്ളതാണ് മിക്സ്ചർ. അതിൻ്റെ കോമ്പണൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ബേസിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തതാണ്. അതാണ് മിക്സ്ചേഴ്സ് വേർ കോമ്പണൻസ് ആർ വിസിബിൾ. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ചോക്ക് പൗഡർ ഇൻ വാട്ടർ. നമ്മൾ എന്ത് ചെയ്യുക? ചോക്ക് പൗഡർ എടുത്തിട്ട് വാട്ടറിലേക്ക് ഇടുക. ആ സമയത്ത് ആ ചോക്ക് പൗഡർ നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ വാട്ടറും കാണാൻ പറ്റും അല്ലേ. ഇനി അടുത്തത് റവയും സോൾട്ടും. നമ്മൾ എന്ത് ചെയ്യുക? റവ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടുക. അപ്പോഴും നമുക്ക് അത് രണ്ടും വേറെ തന്നെ, റവയായിട്ടും ഉപ്പായിട്ടും കാണാൻ പറ്റും. ഇനി അടുത്തത് റൈസ് മിക്സ്ഡ് വിത്ത് സ്റ്റോൺ. റൈസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? സ്റ്റോണിൽ മിക്സ് ചെയ്യുക. ആ സമയത്തും നമുക്ക് റൈസായിട്ടും സ്റ്റോണായിട്ടും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഏത് ടൈപ്പ് മിക്സ്ചറാണ്? മിക്സ്ചേഴ്സ് വേർ കോമ്പണൻസ് ആർ വിസിബിൾ. കോമ്പണൻസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള മിക്സ്ചറാണ് ഇതൊക്കെ. ഇനി അടുത്തത് മിക്സ്ചേഴ്സ് വേർ കോമ്പണൻസ് ആർ നോട്ട് വിസിബിൾ. ഇനി കോമ്പണൻസ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മിക്സ്ചേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, സോഡ വാട്ടർ. ഇതിൻ്റെയൊക്കെ കോമ്പണൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് കലക്കുക. നിങ്ങൾക്ക് ആ ഉപ്പ് വേറെ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് ഏത് കാറ്റഗറിയിലാണ് വരിക? മിക്സ്ചേഴ്സ് വേർ കോമ്പണൻസ് ആർ നോട്ട് വിസിബിൾ. ഇനി അടുത്തത് മിക്സ്ചേഴ്സ് ബേസ്ഡ് ഓൺ സ്റ്റേറ്റ് ഓഫ് മാറ്ററിനനുസരിച്ചിട്ട് മിക്സ്ചേഴ്സ് ക്ലാസിഫൈ ചെയ്തതാണ്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് ഏതൊക്കെയാണുള്ളത്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതാണ് എന്ത്? സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ്. അതായത് ഓരോന്നിൻ്റെയും രൂപങ്ങൾ ഏതൊക്കെയുള്ളത്? സോളിഡ്, ഒന്നെങ്കിൽ സോളിഡ്, അല്ലെങ്കിൽ ലിക്വിഡ്, അല്ലെങ്കിൽ ഗ്യാസ് ആണ് ഉണ്ടാവുക. അപ്പം സ്റ്റേറ്റ് ഓഫ് മാറ്ററിന് ബേസ് ചെയ്തിട്ട് മിക്സ്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്തതാണ്. അതിലുള്ളതാണ് എന്ത്? സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. ആദ്യത്തേതാണ് എന്ത്? സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. ഈ മിക്സ്ചറിൽ എന്താണ്? സോളിഡ് എന്തിലാണ് ഡിസോൾവ് ആയത്? ലിക്വിഡിൽ ഡിസോൾവ് ആയി കിടക്കുകയാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് എന്തെന്നെ പറയാം നമുക്ക്? സോൾട്ട് വാട്ടർ, ഷുഗർ സൊല്യൂഷൻ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇൻ വാട്ടർ. ഇതിലൊക്കെ സോളിഡ് എവിടെയാണ് ഡിസോൾവ് ആയി കിടക്കുന്നത്? ലിക്വിഡിൽ. ഇവിടെയുള്ള സോൾട്ട് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ സോളിഡ് ഏതാണ്? സോൾട്ടാണ്, ഉപ്പാണ്. വാട്ടറാണ് എന്ത്? ലിക്വിഡ്. ഇനി ഷുഗർ സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയാണ് സോളിഡ്, ലിക്വിഡ് എന്താണ്? വാട്ടറാണ്. അടുത്തത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇൻ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സോളിഡ് ഏതാണ്? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ്. ലിക്വിഡ് ഏതാണ്? വാട്ടറാണ്.
ഇനി അടുത്തത് മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ്. അടുത്തതാണ് മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ്. മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സിൽ പറയേണ്ടത് ഈ രണ്ട് സോളിഡ്സ് തമ്മിൽ കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത് മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ്. രണ്ട് സോളിഡ്സ് തമ്മിൽ കൂടി ചേർന്നതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുറച്ച് റവ എടുക്കുക, അതിലേക്ക് കുറച്ച് ഉപ്പിടുക. അപ്പോൾ അവിടെ രണ്ട് സോളിഡ്സ് ആണുള്ളത്. അപ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ് വരിക? മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ്. ഇനി അടുത്തതാണ് ഏത് ഗ്രീൻ ഗ്രാമും അതുപോലെ തന്നെ ബംഗാൾ ഗ്രാമും. അടുത്തതാണ് എന്ത് സാൻഡ് പ്ലസ് അയേൺ പൗഡർ. ഇതൊക്കെ ഏതിലാണ് വരിക? മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സിലാണ് വരുന്നത്. ഇനി അടുത്തതാണ് മോർ ദാൻ വൺ സോളിഡ് ഡിസോൾവഡ് ഇൻ ലിക്വിഡ്. ഒന്നിൽ കൂടുതൽ സോളിഡ്സ് ലിക്വിഡിൽ ഡിസോൾവ് ആയി കഴിഞ്ഞതിന് എക്സാമ്പിളാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റും സോൾട്ടും എന്തിൽ ഡിസോൾവ് ആവുക? വാട്ടറിൽ ഡിസോൾവ് ആയത്. ഇവിടെ പൊട്ടാഷ്യം പെർമാംഗനേറ്റും സോളിഡാണ്, അതുപോലെ തന്നെ സോൾട്ടും സോളിഡാണ്. ഇവിടെയുള്ള ലിക്വിഡാണ് വാട്ടർ. അപ്പോൾ മോർ ദാൻ വൺ സോളിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് പൊട്ടാഷ്യം പെർമാംഗനേറ്റും സോൾട്ടും ആണ്. ഇവിടെ വരുന്ന ലിക്വിഡാണ് വാട്ടർ. ഇനി അടുത്തത് സൊല്യൂഷൻ എന്താണെന്നാണ് പറയുന്നത്. സൊല്യൂഷൻ ഈസ് എ ഹോമോജിനസ് മിക്സ്ചർ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോമോജിനസ് മിക്സ്ചർ ആണ് എന്ത് സൊല്യൂഷൻ. അതിൽ രണ്ട് സബ്സ്റ്റൻസ് ഉണ്ടാവും. ഒന്ന് സൊല്യൂട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ അടുത്തത് സോൾവെൻറ്റ്. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് സബ്സ്റ്റൻസ് ആണോ ഡിസോൾവ് ആവുന്നത് അതിനെയാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. എന്തിലാണോ ഡിസോൾവ് ആവുന്നത് അതാണ് സോൾവെൻറ്റ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പാണ് സൊല്യൂട്ട്, വെള്ളമാണ് എന്ത് സോൾവെൻറ്റ്. അപ്പോൾ സൊല്യൂട്ട് എന്ന് പറയുമ്പം സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ്, സോൾവെൻറ്റ് എന്ന് പറയുമ്പം സബ്സ്റ്റൻസ് ഇൻ വിച്ച് സൊല്യൂട്ട് ഡിസോൾവ്സ്. ഇനി അടുത്തത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസിൻ്റെ ടൈപ്സ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്, ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ, പിന്നെ ഗ്യാസ് സൊല്യൂഷനും സോളിഡ് സൊല്യൂഷനും ഉണ്ട്. ടൈപ്സ് ഓഫ് സൊല്യൂഷനിൽ ഫസ്റ്റ് സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ. ഇപ്പോൾ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പം ഇവിടെ ഉണ്ടാവുന്നത് ഏതൊക്കെയാണ്? സോളിഡും ഉണ്ടാവും, അതുപോലെ തന്നെ ലിക്വിഡും ഉണ്ടാവും. ഈ സോളിഡ് എന്താവും? ലിക്വിഡിൽ ഡിസോൾവ് ആവും. അതുകൊണ്ടാണ് സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് KMnO4 സൊല്യൂഷൻ. KMnO4 വാട്ടറിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ ഏതാണ്? സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ ആണ്. അടുത്തത് നമുക്ക് സോൾട്ട് സൊല്യൂഷൻ പറയാം. സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ സോൾട്ടാണ് സോളിഡ്, സൊല്യൂഷൻ ലിക്വിഡ്. ഇവിടുത്തെ ലിക്വിഡ് ഏതാണ്? വാട്ടറാണ്. ഇനി അടുത്തത് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ലിക്വിഡ്സ് കൂടി ചേർന്നിട്ടാണ് സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് വിനെഗറിലുള്ള അസറ്റിക് ആസിഡും വാട്ടറും തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് സൊല്യൂഷൻ കിട്ടും. കാരണം വിനെഗറും ലിക്വിഡാണ്, അതുപോലെ തന്നെ വാട്ടറും ലിക്വിഡാണ്. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് സൊല്യൂഷനാണ്. അടുത്തത് ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് സോഡാ വാട്ടറാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ സോഡാ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും കൂടി ചേർന്നിട്ടാണ് സോഡാ വാട്ടർ ഫോം ചെയ്യുന്നത്. ഇവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത്? ഗ്യാസ്, വാട്ടറാണ് ലിക്വിഡ്. ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാവുന്ന സൊല്യൂഷനെയാണ് ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഗ്യാസ് സൊല്യൂഷൻ. ഗ്യാസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഗ്യാസുകൾ തമ്മിൽ കൂടി ചേർന്നുണ്ടാവുന്ന സൊല്യൂഷനാണ് ഇത്. രണ്ട് ഗ്യാസുകളല്ല, കുറേ ഗ്യാസുകൾ കൂടി ചേർന്നിട്ടുണ്ടാവുന്ന സൊല്യൂഷനാണ് ഇത് ഗ്യാസ് സൊല്യൂഷൻ. എക്സാമ്പിളാണ് എയർ. ഇനി അടുത്തത് സോളിഡ് സൊല്യൂഷൻ. സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന വേറൊരു പേരാണ് അലോയ്സ്. എക്സാമ്പിളാണ് ബ്രാസ്, ബ്രോൺസ്, അതുപോലെ തന്നെ 916 ഗോൾഡ്. ഇതൊക്കെ എന്താണ്? അലോയ്സ് ആണ്. ഇവിടെ സോളിഡ് സൊല്യൂഷനാണ്. ഇത് സോളിഡ് സൊല്യൂഷനാണ്. അപ്പോൾ ഇവിടെ ബ്രാസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് സോളിഡ്സ് കൂടി ചേരുന്നുണ്ട്, അതാണ് കോപ്പറും സിങ്കും. ബ്രോൺസ് ആണെന്നുണ്ടെങ്കിൽ കോപ്പറും ടിന്നും ആണ് കൂടി ചേരുന്നത്. കോപ്പറും സോളിഡാണ്, ടിന്നും സോളിഡാണ്. അതുകൊണ്ട് ഇവിടെ ഫോം ചെയ്യുന്നത് ഏതാണ്? സോളിഡ് സൊല്യൂഷനാണ്. ഇനി 916 ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗോൾഡ്, സിൽവർ, കോപ്പർ കൂടി ചേർന്നിട്ടാണ് 916 ഗോൾഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ കൂടി ചേർന്നത് എന്തൊക്കെയാണ്? സോളിഡാണ്. അതുകൊണ്ട് ഇതും സോളിഡ് സൊല്യൂഷൻ. അതിന് പറയുന്ന വേറൊരു പേരാണ് അലോയ്സ്. ഇനി അടുത്തത് ഹോമോജീനസ് ആൻഡ് ഹെട്രോജീനസ് മിക്സ്ചേഴ്സ്. ഹോമോജീനസ് മിക്സ്ചർ എന്താണെന്നും അതുപോലെ തന്നെ ഹെട്രോജീനസ് മിക്സ്ചർ എന്താണെന്നുമാണ് പറയുന്നത്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ തന്നത്. ഇപ്പോൾ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയുമ്പം സെയിം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ആൻഡ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഹോമോജീനസ് മിക്സ്ചറിന് സെയിം പ്രോപ്പർട്ടിയാണുള്ളത്. ആ മിക്സ്ചറിന് സെയിം പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ അതിലുള്ള പാർട്ടിക്കിൾസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ഡിസോൾവ് ആക്കുക. എന്നിട്ട് ആ ഷുഗർ എന്ത് ചെയ്യുക? 4 ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ആ 4 ഗ്ലാസ്സിലുള്ള വെള്ളത്തിനും ഒരേ ടേസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ആ ഷുഗർ നമുക്കെന്ത് പറയാം? ആ ഷുഗർ അവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. എക്സാമ്പിളാണ് എന്ത്? ഹോമോജീനസ് മിക്സ്ചറിന് എക്സാമ്പിളാണ് ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, എയർ ഒക്കെ. ഇനി അടുത്തത് ഹെട്രോജീനസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിളാണ് ഏത്? സാൻഡും വാട്ടറും അതുപോലെ തന്നെ ഓയിലും വാട്ടറും ഒക്കെ ഹെട്രോജീനസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താ? ഡിഫറൻറ്റ് പ്രോപ്പർട്ടി ആറ്റ് ഡിഫറൻറ്റ് പാർട്ട്. ഓരോ പാർട്ടിലും എന്താണ്? ഡിഫറൻറ്റ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ കോമ്പണൻസ് ആർ വിസിബിൾ. ഇതിലുള്ള കോമ്പണൻസ് വിസിബിൾ ആണ് ആൻഡ് നോട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇവിടെ ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല? യൂണിഫോമായിട്ട് ഒരുപോലെ എല്ലായിടത്തും ഒരുപോലെ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുമില്ല. അതാണ് എന്ത്? സാൻഡ് പ്ലസ് വാട്ടർ. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാൻഡ് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യുക? അതൊരു 4 ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ ഓരോ ഗ്ലാസ്സിലുള്ള സാൻഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് സെയിം ആവില്ല, ഡിഫറൻ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഹെട്രോജീനസ് എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിളാണ് ഓയിൽ പ്ലസ് വാട്ടർ. ഓയിലും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും അവിടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതിലുള്ള എല്ലാം ആ ഒരു മിക്സ്ചറിൻ്റെ പ്രോപ്പർട്ടി സെയിം ആവില്ല. ഡിഫറെൻറ്റ് പാർട്ടിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ആവും ആ മിക്സ്ചർ കാണിക്കുക. അടുത്തതാണ് സലാഡ്, കോൺക്രീറ്റ്. ഇതൊക്കെ ഹെട്രോജീനസ് മിക്സ്ചറിന് എക്സാമ്പിളാണ്.
ഇനി അടുത്തത് വൈ ഷുഗർ ഡിസപ്പിയേഴ്സ് ഇൻ വാട്ടർ. എന്തുകൊണ്ടാണ് ഷുഗർ വെള്ളത്തിൽ ഡിസോൾവ് ആക്കുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് ഡിസപ്പിയർ ആയി പോകുന്നത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഷുഗർ ബ്രേക്ക് ഇൻ ടു ടൈനി പാർട്ടിക്കിൾസ്. നമ്മൾ ഷുഗർ എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ എന്താവും, ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. മോളിക്യൂൾ ഫിൽ സ്പേസസ് ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ്. എന്നിട്ട് ഈ ഷുഗർ മോളിക്യൂൾ എന്ത് ചെയ്യും, വാട്ടർ മോളിക്യൂളിൻ്റെ ഇടയിലുള്ള സ്പേസസിൽ പോയിട്ട് ഫില്ല് ചെയ്യും, അവിടെ പോയിട്ട് നിൽക്കും. ഈവൻ ദോ ഇൻവിസിബിൾ ടേസ്റ്റ് പ്രൂവ് ഷുഗർ ഈസ് പ്രസൻറ്റ്. അത് ഇൻവിസിബിൾ ആണെങ്കിലും ടേസ്റ്റ് കാരണം നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഷുഗർ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് എടുക്കുക, ഒന്നിൽ പച്ചവെള്ളം എടുക്കുക, ഒന്നിൽ ഷുഗർ അടങ്ങിയിട്ടുള്ള വെള്ളം എടുക്കുക. അപ്പം പച്ചവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഷുഗർ അടങ്ങിയിട്ടുള്ള വെള്ളത്തിൽ ഷുഗർ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടെ എന്തുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, അവിടെ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ്, ഷുഗറിൻ്റെ പ്രസൻസ്. ആ ഒരു സ്വീറ്റ് ടേസ്റ്റ് എന്തിൻ്റെ പ്രസൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഷുഗറിൻ്റെ പ്രസൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് മോളിക്യൂൾസ് എന്താണെന്നാണ് പറയുന്നത്. ദി സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് സബ്സ്റ്റൻസ് ഹാവിങ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അപ്പോൾ സ്മോളസ്റ്റ് ഒരു സബ്സ്റ്റൻസിൻ്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് എന്ത്, മോളിക്യൂൾസ്. ആ ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ആ മോളിക്യൂൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓൾ മാറ്റേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾ. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് മോളിക്യൂൾസ് വെച്ചിട്ടാണ്. ഇനി അടുത്തത് മോളിക്യൂളിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് പറയുന്നത്. സോളിഡിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കറിയാം 3 ടൈപ്പ് മാറ്റേഴ്സ് ആണുള്ളത്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡിലാണെന്നുണ്ടെങ്കിൽ മോളിക്യൂൾസ് ക്ലോസ് ആണ്, അതുപോലെ തന്നെ ഫിക്സഡ് ആണ്, അതിൻ്റെ പൊസിഷൻ ഫിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ഇനി ലിക്വിഡ് ആണെന്നുണ്ടെങ്കിലോ മോളിക്യൂൾസ് അത്ര ക്ലോസ് അല്ല, മോളിക്യൂൾസ് ആർ ലെസ് ക്ലോസ് ആണ്, അതുപോലെ തന്നെ ലിക്വിഡ്സിന് ഫ്ലോ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഗ്യാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോളിക്യൂൾസ് ഫാർ അപ്പാർട്ട്. മോളിക്യൂൾസ് വളരെ ദൂരത്താണുള്ളത്. സ്പ്രെഡ് ഈസിലി. ഗ്യാസിന് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും, കാരണം മോളിക്യൂൾസ് അത്ര അടുത്തല്ല, ഫാർ അപ്പാർട്ടാണ്. ഇനി അടുത്തതാണ് ആറ്റംസ്. ആറ്റംസ് ആർ സ്മോളർ പാർട്ടിക്കിൾ ദാൻ മോളിക്യൂൾസ്. ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോളിക്യൂൾസിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ആണ് ആറ്റംസ്. മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. മോളിക്യൂൾസ് എന്ത് വെച്ചിട്ടുണ്ടാക്കിയത്, ആറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എ വാട്ടർ മോളിക്യൂൾ ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ ആറ്റം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. വാട്ടർ മോളിക്യൂൾ ഉണ്ടാക്കിയത് 2 ഹൈഡ്രജൻ ആറ്റും അതുപോലെ തന്നെ ഒരു ഓക്സിജൻ ആറ്റവും വെച്ചിട്ടാണ് എന്നുള്ളത്. എ ഷുഗർ മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് 12 കാർബൺ ആറ്റം. ഷുഗറിൽ എന്തുണ്ട്, 12 കാർബൺ ആറ്റംസ് ഉണ്ട്, 22 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ 11 ഓക്സിജൻ ആറ്റംസും ഉണ്ട്. പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസസ് വേഴ്സസ് മിക്സ്ചർ. പ്യുവർ സബ്സ്റ്റൻസും അതുപോലെ തന്നെ മിക്സ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ആദ്യം പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് പറയാം. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ മെയ്ഡ് ഓഫ് ഓൺലി 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ. ഒരൊറ്റ ടൈപ്പ് മോളിക്യൂൾ വെച്ചിട്ട് ഫോം ചെയ്തതിനാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് പ്യുവർ വാട്ടർ, ഗോൾഡ്, ഓക്സിജന്, കാർബൺ. ഇതൊക്കെ ഒറ്റ ടൈപ്പ് മോളിക്യൂൾസിനെ വെച്ചിട്ട് ഫോം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. ഇനി അടുത്തത് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും മിക്സ്ചേഴ്സിൽ. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് പ്രസൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിനെന്ത് വിളിക്കാം, മിക്സ്ചേഴ്സ് എന്ന് വിളിക്കാം. എക്സാമ്പിളാണ് സോഡയാണെന്നുണ്ടെങ്കിൽ സോഡയിൽ എന്തൊക്കെ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഇനി അടുത്തത് സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ്. ഈ മിക്സ്ചേഴ്സിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. മെത്തേഡ്സ് ആണ് ഹാൻഡ് പിക്കിങ്. ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് കൈകൊണ്ട് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അതിനൊരു എക്സാമ്പിളാണ് റൈസും അതുപോലെ തന്നെ സ്റ്റോൺ. റൈസിലെന്ത്, അരിയിൽ കുറച്ച് കല്ലുകൾ വീണ് കഴിഞ്ഞാൽ ആ കല്ലുകൾ നമുക്ക് എങ്ങനെ പൊറുക്കിയെടുക്കാം, കൈകൊണ്ട് പൊറുക്കിയെടുക്കാം. അതാണ് ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അതിന് എക്സാമ്പിളാണ് അയേൺ പൗഡർ ഫ്രം സാൻഡ്. കുറച്ച് മണലിൽ കുറച്ച് അയേൺ പൗഡർ, ഇരുമ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മാഗ്നറ്റ് കൊണ്ട് ആ സാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഇരുമ്പ് പൊടി എന്ത് ചെയ്യും, ഇരുമ്പ് പൊടിയെ എന്ത് അട്രാക്റ്റ് ചെയ്യും, മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യും. അതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിന്നോയിങ് ആണ് ഈ ഫിഗറിൽ കാണുന്നത്. വിന്നോയിങ് കഴിഞ്ഞാൽ അടുത്തതാണ് എന്ത്, ഫിൽട്രേഷൻ എന്ന് പറയുമ്പം നമ്മൾ ചായ അരിപ്പയിൽ അരിച്ചെടുക്കൂലേ, ചായപ്പൊടി കളയാൻ വേണ്ടിയിട്ട്, അത് ഫിൽട്രേഷന് എക്സാമ്പിളാണ്. ഇനി അടുത്തത് സെഡിമെൻറ്റേഷൻ ആൻഡ് ഡീക്കൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് എക്സാമ്പിളാണ് എന്ത്, മഡി വാട്ടർ സെപ്പറേറ്റ് ചെയ്യൽ എങ്ങനെയാണ്, അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, കുറച്ച് വെള്ളത്തിലേക്ക് മണ്ണിട്ടിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുക. അപ്പോൾ ആ മണ്ണ് എന്താവും, താഴെ പോയിട്ട് അടിഞ്ഞുകൂടും. അതിനെയാണ് എന്ത് പറയുന്നത്, സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. വെള്ളം മേലെ നിൽക്കും, അതുപോലെ തന്നെ മണ്ണ് താഴെ നിൽക്കും. ഇനി അടുത്തതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ചൂട് കാരണം എന്ത് ചെയ്യും, വാട്ടർ മേലേക്ക് നീരാവിയായിട്ട് പോകും. ആ ഒരു പ്രോസസ്സാണ് ഇവാപ്പറേഷൻ. ഇനി അടുത്തതാണ് ചേണിങ് എന്ന് പറയുമ്പം ബട്ടറിന്ന് കേടിന്ന് ബട്ടർ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ചേണിങ്. ഇനി അടുത്തത് പറയുന്നത് എയർ ആസ് എ മിക്സ്ചർ. എയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മിക്സ്ചറാണ്. എയറിലുള്ള കോമ്പണൻസ് ഏതൊക്കെയാണ്, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡും അതേഴ്സും ഉണ്ട്. അപ്പം ചേഞ്ചസ് ഇൻ ദീസ് പ്രോപ്പർട്ടി എഫക്റ്റ് ലൈഫ്. അപ്പോൾ ഈ എയറിലുള്ള ഈ ഒരു കോമ്പോസിഷനിൽ ചേഞ്ച് വരുന്ന സമയത്ത് അത് നമ്മുടെ ലൈഫിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെയാണ് എയറിലുള്ള മിക്സ്ചേഴ്സ്.
ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് ഇൻക്രീസ് ആവും? പൊല്യൂഷൻ ഇൻക്രീസ് ആവും. ഇനി അടുത്തത് നാച്ചുറൽ സെപ്പറേഷൻ ഇൻ ബോഡി. നമ്മുടെ ബോഡിയിൽ ഉള്ള സെപ്പറേഷൻ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. കിഡ്നി ഫിൽറ്റർ വേസ്റ്റ് ഫ്രം ബ്ലഡ്. നമ്മുടെ കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട്? വേസ്റ്റിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ബ്ലഡിലുള്ള വേസ്റ്റിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നുണ്ട് കിഡ്നി. അപ്പോൾ കിഡ്നി ഫെയിലിയർ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനാണ് കിഡ്നി. അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ എന്ത് നടക്കില്ല? ബ്ലഡിലുള്ള വേസ്റ്റിൻ്റെ ഫിൽട്രേഷൻ നടക്കില്ല. ആ ഒരു സമയത്ത് നമ്മൾ ഡയാലിസിസ് ചെയ്തിട്ട് വേണം ഈ ഒരു വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്.